അൻപ് തലവ വെട്ടി ഉണക്കി വിജയ് സാറ്, ഇനിയിപ്പോൾ വിജയ് സാറെന്ന് വിളിക്കണം, മുഖ്യമന്ത്രി പദവിയിലോട്ട് കയറാൻ പോവും. അദ്ദേഹത്തെ പലരും, അദ്ദേഹം മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തെ പലരും പല രീതിയിൽ കളിയാക്കിയിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. ഇത്രയും കോടിയുള്ള ഒരാൾ എന്തിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങണം? നിങ്ങൾ ജയിക്കത്തില്ല, നിങ്ങളെ ഫാൻസ് അസോസിയേഷൻ ഒന്നും വിചാരിച്ചാൽ നിങ്ങൾ ജയിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് എന്താ വിസിലൂത്തക്കാര, അങ്ങനെ പല രീതിയിൽ പറഞ്ഞ് വിജയെ പലരും കളിയാക്കി. പ്രകാശ് രാജ്, കമൽഹാസൻ, രജനീകാന്ത് അടക്കം പലരും. പക്ഷേ വിജയ് യഥാർത്ഥത്തിൽ നടത്തിയേക്കുന്നതെന്ന് വെച്ചാൽ ഒരു 20 വർഷത്തേക്കുള്ള, ഏറ്റവും കുറഞ്ഞത് ഒരു 20 വർഷത്തേക്കുള്ളൊരു പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഒരു 20 വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നിക്ഷേപമാണ് വിജയ് ഇവിടെ നടത്തിയിരിക്കുന്നത്. വിജയ്ക്ക് ഇപ്പം 108 സീറ്റേ കിട്ടിയിട്ടുള്ളൂ നിലവിൽ, സത്യം തന്നെ അംഗീകരിക്കുന്നു. പക്ഷേ ഈ തവണ എങ്ങനെയെങ്കിലും വിജയ് അധികാരം പിടിച്ചെടുത്ത് മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയ അടുത്ത പ്രാവശ്യം 150 സീറ്റ് കുറയാതെ വിജയ്ക്ക് നേടാൻ കഴിയും. അതൊരു തുടർക്കഥയായി മാറും തമിഴ്നാട്ടിൽ. അതിൻ്റെ അടുത്ത വർഷവും വിജയ് തന്നെ അധികാരത്തിലേറും. വിജയെ എതിർക്കാൻ വേണ്ടി വിജയോളം പോകുന്ന ഒരു ഫാൻ ബേസ് ഉള്ള ഒരു നേതാവ് തമിഴ്നാട്ടിൽ ഉയർന്നു വരുന്ന കാലത്തോളം, അല്ലെങ്കിൽ വിജയുടെ മരണത്തോളം വേണമെങ്കിൽ വിജയ്ക്ക് തമിഴ്നാടിനെ അടക്കി ഭരിക്കാൻ കഴിയും. തീർച്ചയായിട്ടും അടക്കി ഭരിക്കാൻ കഴിയും. പക്ഷേ വിജയ് ഒരിക്കലും അടക്കി ഭരിക്കുന്ന സ്വഭാവമുള്ളവനല്ല, അടങ്ങി നിന്ന് ഭരിക്കുന്നവനാണ് വിജയ്. ശാന്ത സ്വഭാവക്കാരനാണ്. എന്നാൽ അത്യാവശ്യം ഡിസിപ്ലിനുള്ള വ്യക്തിയാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം വിജയ് എങ്ങനെയും അധികാരം പക്ഷേ ഈ പ്രാവശ്യം നേടണം, അല്ലെങ്കിൽ 5 വർഷം നഷ്ടപ്പെട്ടു പോകും. DMKയും AIADMKയും മറ്റ് ചെറിയ കക്ഷികളെല്ലാം ചേർന്നാൽ 118 സീറ്റാക്കാൻ പറ്റും, കേവല ഭൂരിപക്ഷം. അങ്ങനെ വന്നാൽ 5 വർഷം പോകും. അതുപോലെ തന്നെ വിജയ് ഈ വട്ടം അധികാരം കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ 107 സീറ്റ് രാജിവെച്ചാൽ തമിഴ്നാട് മൊത്തത്തിലൊരു ഇലക്ഷൻ നടക്കത്തില്ല, ഒരു പൊതു ഇലക്ഷൻ നടക്കത്തില്ല, പക്ഷേ ബൈ ഇലക്ഷൻ നടക്കും, ഉപതെരഞ്ഞെടുപ്പ് 107 സീറ്റിലേക്ക്. അങ്ങനെ സംഭവിച്ചാൽ അധികാരത്തിലേറാതെ വിജയുടെ സീറ്റിലേതെങ്കിലും രാജിവെക്കപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ 107 സീറ്റും രാജിവെച്ചാൽ ആ സീറ്റ് DMKയും AIADMKയും കൂടെ ചേർന്ന് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിജയുടെ സീറ്റ് വീണ്ടും കുറയും, അവരധികാരത്തിലേറുകയും ചെയ്യും, അവരിലാരെങ്കിലും അധികാരത്തിലേറുകയും ചെയ്യും, അല്ലെങ്കിൽ അവർ രണ്ടും കൂടെ ചേർന്ന് അധികാരത്തിലേറും. വിജയ് ഇപ്പം ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഏത് വിധേനയും വിജയ്ക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവില്ല, പാണ്ഡിത്യമില്ല. രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള നയതന്ത്രങ്ങളുണ്ട്, ഡിപ്ലോമസി ഉണ്ട്, ഭരിക്കാനൊരു ഡിപ്ലോമസി ഉണ്ട്, ഭരണം പിടിച്ചെടുക്കാനൊരു ഡിപ്ലോമസി ഉണ്ട്, ഭരണത്തിൽ തുടരാനൊരു ഡിപ്ലോമസി ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള നയതന്ത്രങ്ങളുണ്ട്. ഇതിലിപ്പോൾ വിജയ്ക്ക് ആദ്യം തുടക്കക്കാരനായതുകൊണ്ടായിരിക്കും ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു നയതന്ത്രം വിജയിക്കില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഉണ്ടെങ്കിൽ പ്രത്യയശാസ്ത്രം എല്ലാം മറന്നു വെക്കും. കാര്യം അധികാരമാണ് ഏറ്റവും വലുത്. അധികാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. അതായത് സ്വന്തം നിലനിൽപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും എന്ന് പറഞ്ഞ പോലെ തന്നെ അധികാരവും. ആ അധികാരം ആദ്യമേ നേടിയെടുക്കാനേ ശ്രമിക്കത്തുള്ളൂ. അതിനുവേണ്ടി പ്രത്യയശാസ്ത്രത്തെ മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ AIADMKയുമായിട്ട്, അതായത് ജയലളിതയുടെ പാർട്ടിയുമായിട്ട് കൈ കൊടുക്കാമായിരുന്നു. അങ്ങനെ കൊടുത്താൽ 9 മിനിസ്റ്റർമാരെ അവർക്ക് കൊടുത്ത് ഒരു ഡെപ്യൂട്ടി CMനെ കൂടെ കൊടുത്താൽ മതി. ഉപമുഖ്യമന്ത്രിയെ കൂടെ കൊടുത്താൽ ഉറപ്പായിട്ടും AIADMKയൊക്കെ വിജയുടെ പക്ഷത്ത് വരും. എന്നിട്ട് DMK ശത്രുവായിട്ട് പ്രഖ്യാപിച്ചാൽ മതി. പക്ഷേ വിജയ് അത് ചെയ്തില്ല. വിജയ് പറഞ്ഞ് എൻ്റെ രാഷ്ട്രീയ ശത്രുക്കളാണ് BJPയും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഘടകകക്ഷികളെന്നും പറഞ്ഞുകൊണ്ട് വിജയ് അവരെ കൂട്ടുനിർത്തിയില്ല. അതേസമയം സ്റ്റാലിനും AIADMKയുടെ നേതാക്കന്മാരൊക്കെ ചിലപ്പോൾ ഒന്നു ചേരാൻ സാധ്യതയുണ്ട്. അവർ ഒത്തുചേർന്ന് നിന്ന് ഭരണം പിടിച്ചെടുക്കാൻ. കാര്യം അവർക്ക് ഭരണത്തിലേറിയുള്ള അധികാരത്തിൻ്റെ യഥാർത്ഥ രുചി അവർ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ആ അധികാരത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സാധറിഞ്ഞ് അവർ ഒരിക്കലും കയ്യിൽ ലഭിക്കാവുന്ന അധികാരം വിട്ടുകളയത്തില്ല. അതെങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുകയേ ചെയ്യത്തുള്ളൂ. അവർക്കതിനുള്ള നയതന്ത്രമുണ്ട്. പക്ഷേ അൻപ് തലവൻ വിജയിക്കത്തില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രാഷ്ട്രീയ പ്രവേശനമല്ല, ആദ്യത്തെ അധികാര പ്രവേശനമായതുകൊണ്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. എങ്കിലും വിജയ്
അധികാരം പിടിച്ചെടുക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം.